ദിലീപ് മലയാലപ്പുഴ മാധ്യമപ്രവർത്തകൻ ശാസ്ത്ര ലേഖകൻ കൂടി ചേരുകയാണ്. ശ്രീ ദിലീപ്, അഭിമാനകരമായ നേട്ടം, ചരിത്ര നിമിഷം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. 100 ദിവസത്തിലധികം നീണ്ട യാത്ര പൂർത്തീകരിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു പ്രാഥമികമായി? 126 ദിവസത്തെ നീണ്ട യാത്ര, ഏതാണ്ട് 4/11 നമ്മുടെ ആദിത്യ പേടകം ലക്ഷ്യത്തിലേക്ക് വഴുതി വീഴുകയാണെന്ന് പറയാം. കാരണം 217 സെക്കൻഡ് നേരം ഈ പേടകത്തിലെ എഞ്ചിനുകൾ അല്ലെങ്കിൽ പേടകത്തിലെ എഞ്ചിനുകൾ ജ്വലിപ്പിച്ചാണ് പേടകത്തെ ലഗ്രാഞ്ചൻ പോയിന്റിലേക്ക് തള്ളിവിട്ടത്. ഈ 4 മണിക്ക് തുടങ്ങിയ ജ്വലനം 4:15 പൂർത്തിയാവുകയും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഈ പേടകം പ്രവേശിക്കുകയും ചെയ്തു. ഈ പേടകത്തിലെ 440 ന്യൂട്ടൺ ലിക്വിഡ് അപ്പോജി മോട്ടോർ, അതുപോലെ തന്നെ 822 ന്യൂട്ടൺ ത്രസ്റ്റർ, 410 ന്യൂട്ടൺ ത്രസ്റ്ററുകൾ ഇവ ഉപയോഗിച്ച് കൃത്യമായി ഭൂമിയിൽ നിന്ന് നിയന്ത്രിച്ച് ബാംഗ്ലൂരിലെ ഇസ്ട്രാക്കിൽ നിന്ന് കമാൻഡുകൾ കൊടുത്ത് കൃത്യമായിട്ട് ജ്വലിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലഗ്രാഞ്ചൻ പോയിന്റിലേക്ക് നമ്മുടെ ആദിത്യ പ്രവേശിച്ചിരിക്കുന്നത്. ഇനി 5 വർഷക്കാലം സൂര്യൻ ഏതാണ്ട് ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സാങ്കല്പിക ഭ്രമണപഥത്തിൽ ഇത് പേടകം സൂര്യനെ നിരീക്ഷിക്കുകയും അതുവഴി നിർണായകമായ പ്രപഞ്ചത്തെ പറ്റിയും അതുപോലെ തന്നെ സൗരയൂഥത്തെ പറ്റിയും സൂര്യനെ പറ്റിയും നിർണായകമായ വിവരങ്ങൾ ഭൂമിയിലേക്ക് ഈ ഉപഗ്രഹം കൈമാറുകയും ചെയ്യുന്നു. ശ്രീ ദിലീപ്, സാധാരണഗതിയിൽ ബഹിരാകാശ പേടകങ്ങൾ നിശ്ചിത സ്ഥാനത്ത് തുടരുന്നതിന് വേണ്ടി അതിന്റെ സ്ഥാനം ക്രമീകരിക്കേണ്ടി വരാറുണ്ടല്ലോ. ഇവിടെ ഇത് ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നതാണല്ലോ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ലഗ്രാഞ്ച് പോയിന്റിലേക്ക് ഈ പേടകം എത്തുന്നു എന്നുള്ളത് എത്രമാത്രം പ്രധാനപ്പെട്ട നിമിഷമാണ്? ലഗ്രാഞ്ചൻ പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാങ്കല്പിക കേന്ദ്രമാണെങ്കിൽ പോലും ഈ 2 ബഹിരാകാശ വസ്തുക്കളുടെ ഗുരുത്വാകർഷണ ബലം തുല്യമായുള്ള സാങ്കല്പിക കേന്ദ്രമാണ് ലഗ്രാഞ്ചൻ പോയിന്റുകൾ എന്നറിയപ്പെടുന്നത്. 5 ലഗ്രാഞ്ചൻ പോയിന്റുകളാണ് യഥാർത്ഥത്തിൽ സൂര്യന്റെ ചുറ്റുമായിട്ടുള്ളത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള L1 എന്ന് പറയുന്ന ലഗ്രാഞ്ചൻ 1 പോയിന്റിലാണ് നമ്മുടെ പേടകം ഇപ്പോൾ ആദിത്യ വഴുതി ചെന്നിരിക്കുന്നത്. അപ്പോൾ ആ മേഖലയിൽ നിന്നുകൊണ്ട് സ്വയം കറങ്ങുകയും ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നതിനൊപ്പം തന്നെ 365 ദിവസം കൊണ്ട് ഈ സൂര്യനെ ചുറ്റി വയ്ക്കാം. അപ്പൊ 24 മണിക്കൂറും സൂര്യനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ചിത്രങ്ങൾ എടുക്കാനും ഭൂമിയിലേക്ക് അപ്പോൾ കൈമാറാനും തടസ്സങ്ങളില്ലാതെ കൈമാറാനും ഈ ഉപഗ്രഹത്തിന് കഴിയുന്നുള്ളതാണ് L1 പോയിന്റിന്റെ പ്രത്യേകത. 5 ലഗ്രാഞ്ചൻ പോയിന്റുകളാണ് ഉള്ളത്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള പോയിന്റാണ് ഈ ലഗ്രാഞ്ചൻ പോയിന്റ് 1. വളരെ നന്ദി ശ്രീ ദിലീപ് മലയാലപ്പുഴ, പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവയ്ക്കുക കൂടി ചെയ്തതിന്.